ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹ്. അത്യാദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രസ്ഥാന നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രസക്തമായ 3 ടേമുകൾ കാലോചിതമായ വിചാരങ്ങൾക്ക് വേണ്ടി സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. ഒന്ന്, ഉത്തരവാദിത്വം. വളരെ വിശാലമായ ആലോചനകൾക്കും അന്വേഷണങ്ങൾക്കും ആത്മവിചാരങ്ങൾക്കും വ്യാപ്തിയുള്ള ഒരു പ്രമേയമാണത്. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങൾക്കും കൃത്യമായ ഉത്തരവാദിത്വ ബോധമുണ്ടാകണമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തി അവനോട് ചെയ്യേണ്ട കടപ്പാടുകളും കടമയും കൃത്യമായി നിർവഹിച്ചാൽ അവൻ്റെ ക്ഷേമവും അവൻ്റെ കുടുംബത്തിൻ്റെയും പരിസരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ക്ഷേമം ഭദ്രമായിരിക്കും എന്നാണ് മതം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന ഒരു സ്വഹാബിയെക്കുറിച്ച് കൂട്ടുകാരൻ അറിയുകയാണ്. ആവലാദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്ന ലിനഫ്സിക അലൈക ഹഖ്ഖാ, നിന്നോട് നിനക്ക് ചില കടപ്പാടുകളുണ്ട്. രാത്രി മുഴുവനും നിസ്കരിക്കുകയായിരുന്നുവല്ലോ, നീ ഏറ്റവും വലിയ പുണ്യവാളനായി എന്നല്ല പറഞ്ഞത്. മറിച്ച് നിനക്ക് നിന്നോട് ചില ബാധ്യതകളുണ്ട്, അത് കൃത്യമായി നീ നിർവഹിച്ചിരിക്കണം. നിന്റെ ഭാര്യയോട് നിനക്ക് ചില കടമകളുണ്ട്, അത് കൃത്യമായി നിർവഹിച്ചിരിക്കണം. നീയുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ബന്ധങ്ങൾക്കും പാരസ്പര്യങ്ങൾക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇങ്ങനെ പഠിപ്പിച്ച ഒരു ദർശനത്തിൻ്റെ ആളുകളായ നമ്മൾ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തെ ജാഗ്രതയോടുകൂടി ഉണർന്നിരുന്ന് ആലോചിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചരിത്രപ്രസിദ്ധമായ വാരിയംകുന്നൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ഇവിടെ നിന്ന് ചില ആത്മാക്കൾ നമ്മളോട് സംസാരിക്കുകയാണ്. ഞങ്ങളുടെ ജീവൻ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച സ്വാതന്ത്ര്യത്തെ പരിരക്ഷിക്കാൻ നിങ്ങൾ സന്നദ്ധരാണോ എന്നൊരു ചോദ്യം വർത്തമാനകാലത്തെ രാഷ്ട്രീയം ഈ അങ്കണത്തിലിരിക്കുന്ന നമ്മളോടുകൂടി ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വച്ചിരിക്കുന്ന വിലാസം കേവലമായ ഒരു സ്മാരകമല്ല. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് പേരുടെ സ്മാരകങ്ങളുണ്ട്. കേരളത്തിലും ഒരുപാട് സ്മാരക കെട്ടിടങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ജീവൻ കൊടുത്ത് പടനയിച്ച് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ഒരു പറ്റം പോരാളികൾ വർത്തമാനകാല ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മളോട് ചോദിക്കുന്നു, ഞങ്ങളുടെ ഉയിരും ഉടലും കൊടുത്ത് നിങ്ങളെ ഏൽപ്പിച്ച സ്വാതന്ത്ര്യത്തിന് വല്ല പരിക്കും വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉണർന്നിരുന്ന് ആലോചിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇത് നിസ്സാരമായ ഒരു ചോദ്യമല്ല. കാരണം ഇന്ത്യ മഹാരാജ്യം ജനാധിപത്യ വ്യവസ്ഥിതിയിലാണ് മോഡേൺ ഇന്ത്യയായി മാറിയത്. ജനാധിപത്യ ആധുനികയായ ഈ ജനാധിപത്യ വ്യവസ്ഥിതി എന്ന അധികാര സംവിധാനം ലോകത്ത് നിലവിൽ വന്ന അമേരിക്കയുടെ 7 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അവിടെ രാഷ്ട്രീയ കലാപങ്ങൾ ഉണ്ടായി, രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടായി. ഇന്ത്യ മഹാരാജ്യവും അതുപോലെ 1947 സ്വതന്ത്രമായ ഇന്ത്യ 7 പതിറ്റാണ്ട് കഴിഞ്ഞ് 8ാം പതിറ്റാണ്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അമേരിക്കയിലെ ഡെമോക്രസിക്ക് സംഭവിച്ച പ്രശ്നം ഇന്ത്യൻ ഡെമോക്രസിക്ക് വരുന്നുണ്ടോ എന്ന് ജാഗ്രതയോടെ ആലോചിക്കേണ്ടത് ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരുമാണ്. ഏറ്റവും പ്രാധാന്യമുള്ളത് ഉറ്റവർ ഉടലും ഉയിരും കൊടുത്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മകളെ പേരമക്കളായ മലബാറിന്റെ മക്കൾ ആലോചിക്കണം. നമ്മുടെ കയ്യിലുള്ള സ്വാതന്ത്ര്യം ആരെങ്കിലും തട്ടിപ്പറിച്ചു കൊണ്ടുപോകുമോ എന്ന്, ആരെങ്കിലും കൊള്ളയടിച്ചു കൊണ്ടുപോകുമോ എന്ന്, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ അടിവേരുകളിൽ ആരെങ്കിലും ബോംബ് വെച്ചിട്ടുണ്ടോ എന്ന്, ഈ സ്വാതന്ത്ര്യത്തിന്റെ അടിവേരുകളിൽ ആരെങ്കിലും കത്തിവെച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ട ഒരു ജാഗ്രത വർത്തമാനകാല ഇന്ത്യൻ പൗരന്മാർക്കുണ്ടാവണം.
അമേരിക്കയിൽ 7 പതിറ്റാണ്ടിന് ശേഷം ഡെമോക്രസി എങ്ങോട്ടാണ് പോയത്? അവിടെ ഇലക്ട്രൽ ഓട്ടോക്രസി എന്ന് പറയുന്ന തെരഞ്ഞെടുക്കുന്ന ഏകാധിപത്യത്തിലേക്കാണ് പോയത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ വർത്തമാനകാല രാഷ്ട്രീയം ഒരു തെരഞ്ഞെടുക്കപ്പെടുന്ന ഏകാധിപത്യത്തിലേക്ക് നീങ്ങാതിരിക്കാനുള്ള ജാഗ്രത ഇവിടെയുള്ള എല്ലാ പൗരന്മാർക്കും ഉണ്ടാകണം. അമേരിക്കയിൽ ഓട്ടോക്രസി ഉണ്ടായി എന്ന് വിചാരിച്ച് വലിയ സംഭവങ്ങളൊന്നും മാറില്ല. ഇന്ത്യ മഹാരാജ്യം അങ്ങനെയല്ല. 150 കോടി ജനങ്ങളുള്ള ഇന്ത്യ, 1000 മതങ്ങളുള്ള ഇന്ത്യ, 1000 ജാതികളുള്ള ഇന്ത്യ, 1000 ഭാഷകളുള്ള ഇന്ത്യ. ഇന്ത്യയിലെ ഒരു സംസ്ഥാനം പോലും ഒരു സംസ്കാരത്തിൽ നിലനിൽക്കുന്നതല്ല. ഓരോ സംസ്ഥാനങ്ങളിലും വിവിധങ്ങളായ സംസ്കാരങ്ങളുണ്ട്. നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് പോയാൽ ബീഹാറിലെ സീമാഞ്ചലും ഉത്തരാഞ്ചലും ഒരേ സംസ്കാരത്തിലല്ല. നോർത്ത് യു പിയും സൗത്ത് യു പിയും ഒരേ സംസ്കാരത്തിലല്ല. ഹരിയാനയുടെ എല്ലാ ഭാഗവും ഒരേ സംസ്കാരത്തിലല്ല. ബംഗാളിലെ എല്ലാ ഭാഗവും ഒരേ സംസ്കാരത്തിലല്ല. തമിഴ്നാട്ടിലെ എല്ലാ ഭാഗവും ഒരേ സംസ്കാരത്തിലല്ല. കർണാടകയിലെ എല്ലാ ഭാഗവും ഒരേ സംസ്കാരത്തിലല്ല. പലപ്പോഴും ഒരേ ഭാഷയിലല്ല. ഇങ്ങനെ നമ്മൾ ആലോചിച്ചു നോക്കിയാൽ വൈവിധ്യങ്ങളുടെ ഒരു മഹാസമ്മേളനമുള്ള ഇന്ത്യ മഹാരാജ്യം ഏതെങ്കിലും ഒരു ഒലിഗാർക്കിക്ക് വിധേയമായാൽ, ഒലിഗാർക്കി എന്ന് പറഞ്ഞാൽ ഒരു അധികാരവർഗം ഞങ്ങളുടെ കയ്യിലെ ഈ രാജ്യമുണ്ടാകാവൂ എന്ന് തീരുമാനിച്ചാൽ ഈ രാജ്യത്തിന് സമാധാനമില്ല എന്ന് നമ്മുടെ രാഷ്ട്രതന്ത്രജ്ഞന്മാർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പഠിച്ചറിഞ്ഞുകൊണ്ട് അവബോധം ഉണ്ടാവേണ്ടവരാരാണ്? ഇന്ത്യയിലെ ഓരോ പൗരന്മാരുമാണ്. അല്ലെങ്കിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയപരമായ നീക്കുപോക്കുകൾ, മതപരമായി സമൂഹത്തിൽ വലിച്ചിടുന്ന പുതിയ അജണ്ടകൾ, ഏതെങ്കിലും വൈകാരിക വിഷയങ്ങൾ കൊണ്ടുവന്ന് മതങ്ങൾക്കിടയിൽ ഇഷ്യൂ സൃഷ്ടിച്ചുകൊണ്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്ന കക്ഷികൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ജാഗ്രതാകേണ്ടത് ഇവിടെയുള്ള പൗരന്മാരാണ്. നമ്മൾ ഇന്ന് ക്ഷേമകരമായി ഇവിടെ ഇരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ താങ്ങി നിർത്തുന്ന അടിസ്ഥാനപരമായ തൂണുകൾക്ക് എവിടെയെങ്കിലും ഭംഗം വരുന്നുണ്ടോ എന്ന് ആലോചിക്കണം. ഇത് പറയുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രി 1944 ജയിലിൽ കിടന്നുകൊണ്ട് എഴുതാൻ തുടങ്ങിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഏതായിരുന്നു? ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയെ കണ്ടെത്താൻ ശ്രമിച്ചത്? ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴല്ല. 1944 ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ ലോകയുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഒരു ഭാഗത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ മറുഭാഗത്ത് ദാരിദ്ര്യത്തിന്റെയും വിശപ്പിന്റെയും പേരിൽ 1000 ജന്മങ്ങൾ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ജയിലറയുടെ ഉള്ളിൽ ഇന്ത്യയെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അതിന്റെ ആമുഖം വായിച്ച ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാകും. അതിന്റെ അധ്യായങ്ങൾ പഠിച്ചവരുണ്ടാകും. അദ്ദേഹം പറയുന്നുണ്ട്, ജയിലിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഒരു ദിവസമെങ്കിലും ജയിലിൽ കഴിയുക എന്ന് പറയുന്നത് കാരാഗ്രഹത്തിലെ ജീവിതം തുല്യതയില്ലാത്ത ദുസ്സഹമായ ജീവിതമാണ്. എന്നാൽ ഇവിടെ ഇരുന്നു കൊണ്ട് റഫറൻസുകളില്ലാത്ത, അവലംബങ്ങളില്ലാത്ത, ലൈബ്രറികളില്ലാത്ത, ആവശ്യമായ വൈജ്ഞാനിക കേന്ദ്രങ്ങളില്ലാത്ത ജയിലറയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഗ്രന്ഥം എഴുതാൻ തുടങ്ങിയത് ഇന്ത്യയുടെ ഇന്നലത്തെ ചരിത്രങ്ങളിലേക്ക് നോക്കിയിട്ട്, ലോകത്തെ ജനാധിപത്യമോ അല്ലാത്തതോ ആയ അധികാര വ്യവസ്ഥിതികളിലേക്ക് നോക്കിയിട്ട്, വായിച്ചോർമ്മ വെച്ച ചരിത്രത്തിലേക്ക് നോക്കിയിട്ട്, വർത്തമാനകാല ഇന്ത്യയുടെ വൈജാത്യങ്ങളിലേക്ക് നോക്കി, ഇവിടെയുള്ള വ്യത്യസ്ത മതങ്ങളെ കുറിച്ച് ആലോചിച്ച്, ഇവിടേക്ക് കടന്നു വന്ന മതങ്ങളെ കുറിച്ച് പഠിച്ച്, എഴുതി വെച്ചതിന്റെയും ഓർമ്മ വെച്ചതിന്റെയും അധ്യായങ്ങളിൽ നിന്ന് ഇനി നാളേക്കൊരു ഇന്ത്യയെ എങ്ങനെ കെട്ടിപ്പടുക്കാമെന്ന് പ്രതിസന്ധികളുടെ നടുവിൽ കിടന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ നെഹ്റു പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും ഇനി ഒരു രാജ്യത്തെ നിർമ്മിക്കാൻ ശ്രമിക്കേണ്ടത് അമിതമായ പ്രതീക്ഷയിൽ നിന്നുകൊണ്ടല്ല, എന്നാൽ ആത്മനിന്ദയിൽ നിന്നുകൊണ്ടുമല്ല, മറിച്ച് അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു രാജ്യത്തിന് വേണ്ടി ആലോചിക്കണം. ലോക എഴുത്തുകാരന്മാരുടെ ലിസ്റ്റിലേക്ക് ജവഹർലാൽ നെഹ്റു വരുന്നത് ഡിസ്കവറി ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിക്കപ്പെട്ടുമ്പോഴാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒന്നാമത്തെ അധ്യായത്തിന്റെ അവസാനത്തിൽ ഗാന്ധിജിയുടെ ഒരു വരി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതിലൂടെ പറയുന്നത്, ലോകത്തിന്റെ കണ്ണുകളിൽ മുഴുവനും രക്തമൊലിക്കുകയാണെങ്കിലും നിർമ്മലമായ ഹൃദയത്തോടുകൂടി, തിളങ്ങുന്ന കണ്ണുകളോടുകൂടി, തെളിഞ്ഞ ഹൃദയത്തോടുകൂടിയാണ് നിങ്ങൾ ലോകത്തെ നിരീക്ഷിക്കേണ്ടത്. ആ ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇന്ത്യയെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. എനിക്കെങ്ങനെയാണ് ഈ പുസ്തകത്തെ ഇങ്ങനെ എഴുതാൻ കഴിഞ്ഞത്?
അദ്ദേഹം പിൽക്കാലത്ത് പറയുന്നുണ്ട്, എന്റെ പുസ്തകത്തിന് ഒരുപാട് പരിമിതികൾ ഉണ്ടാകാം, കാരണം ജയിലറയിൽ കിടന്ന് എഴുതിയതാണല്ലോ. എന്നാൽ എനിക്ക് സഹ ജയിൽ പുള്ളികൾ ഉണ്ടായിരുന്നു. അബുൽ കലാം ആസാദിനെ പോലെയുള്ള ആളുകൾ തൊട്ടപ്പുറത്തെ സെല്ലിലുണ്ടായിരുന്നു. ഞാൻ എഴുതിയ കൈപ്പടകൾ പരിശോധിച്ചത് അവരായിരുന്നു. എന്റെ പ്രഥമ വായനക്കാരവരായിരുന്നു. അവരുടെ നിർദ്ദേശങ്ങൾ ഞാൻ ആ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ലോകത്തിന്റെ നാനാദിക്കിലും മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പരമ്പരകൾ നടന്നുകൊണ്ടിരിക്കുകയും ഇന്ത്യയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കാർമേഘങ്ങൾ വരുന്നുണ്ടോ എന്ന് ആലോചിക്കുമ്പോഴും പ്രതീക്ഷയുടെ ഹൃദയത്തോടുകൂടി ഇന്ത്യൻ പൗരന്മാർ ഉണർന്നിരുന്നു കൊണ്ട് ആലോചിക്കണം. ഏതു മതക്കാരനാവട്ടെ, ഒരുപക്ഷെ മതകലാലയത്തിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ആത്മീയ പാഠഭാഗങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും നാം അധിവസിക്കുന്ന ഇന്ത്യ മഹാരാജ്യം ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾക്ക് ഭംഗം വരുന്നുണ്ടോ എന്ന് ആലോചിക്കണം. കാരണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഡെമോക്രാറ്റിക് ഇന്ത്യയുടെ സ്വതന്ത്ര വായുവാണ്. ഈ രാജ്യത്തിന്റെ മതേതരത്വ സ്വഭാവത്തിന് ഭംഗം വരുന്നോ എന്ന് ആലോചിക്കണം. കാരണം നമ്മൾ പാഠശാലകളിലൂടെയും വിദ്യാലയങ്ങളിലൂടെയും സദസ്സുകളിലൂടെയും നമ്മുടെ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മതേതരത്വ ഇന്ത്യയുടെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവിടെയുള്ള മനുഷ്യർക്കാണ് സർവാധികാരമെന്ന് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് എഴുതി വെച്ചപ്പോൾ നെഹ്റുവിന്റെ ഈ വാചകത്തെ കുറിച്ച് പറഞ്ഞത് 1000 ബിബ്ലിക്കൽ വാചകങ്ങളെക്കാളും 1000 വേദവാക്യങ്ങളെക്കാളും 1000 മനോഹരമായ സെന്റൻസുകളെക്കാളും ലോകത്തിന്റെ ഹൃദയത്തിലേക്ക് കൊത്തിവെക്കാൻ പറ്റുന്ന ഒരു വരി നെഹ്റു സംഭാവന ചെയ്തിട്ടുണ്ട് എന്നാണ്. അതാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾ ഇന്ത്യക്കാർ എന്നാലോചിക്കുമ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വെറുപ്പിന്റെയും അകറ്റലിന്റെയും അധ്യായങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ പകരുന്നുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, മഹാനായ മഹാത്മാഗാന്ധി ഡൽഹിയിൽ വരുമ്പോൾ അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ അവിടെ ബിർള ഹൗസ് ഉണ്ടായിരുന്നു. പലപ്പോഴും ഗാന്ധിജി പോയത് ബിർള ഹൗസിലേക്കല്ല, കാൽനടയായി കിലോമീറ്ററുകൾ നടന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉച്ചൈസ്വരം പ്രഖ്യാപിക്കുകയും അടിവെച്ചടിവെച്ച് മുന്നോട്ട് നീങ്ങി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത് ക്ഷീണിതനായി ഡൽഹിയിലേക്ക് വന്നാൽ ഗാന്ധിജിക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യാനും പരിചരണങ്ങൾ നൽകാനും ഒരു ഭാഗത്ത് ബിർള ഹൗസ് കാത്തിരിക്കുമ്പോഴും ഗാന്ധിജി പോയത് എങ്ങോട്ടായിരുന്നു എന്നറിയുമോ? അലി ബ്രദേഴ്സിന്റെ വീട്ടിലേക്കായിരുന്നു. ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഗാന്ധിജി ഒരു അന്യനായിരുന്നില്ല, ഒരു സഹപ്രവർത്തകനായിരുന്നു. ഗാന്ധിജി ഒരു അന്യനായിരുന്നില്ല, ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു. അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു. ആ സൗകര്യങ്ങളിൽ അനുഭവിച്ച് ക്ഷീണം മാറ്റിയിട്ടാണ് അലി ബ്രദേഴ്സിനോടൊപ്പം പിറ്റേന്ന് സമരക്കളത്തിലേക്ക് പോകുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, അത്രമാത്രം ഈ രാജ്യത്ത് മതേതരത്വപരമായി പെരുമാറാനുള്ള വിശാലത സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുണ്ടായിരുന്നു. മൗലാന മുഹമ്മദ് അലി ജയിലിൽ കിടക്കുമ്പോൾ പ്രിയപ്പെട്ട ഗാന്ധിജി ഒരു കത്തെഴുതി, അല്ലയോ സഹോദര, നിങ്ങൾ പുറത്തേക്ക് വരണം, നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരുപാട് വിപ്ലവങ്ങൾ തീർക്കാനുണ്ട്, ഈ രാജ്യത്തിന്റെ മോചനം നേടിയെടുക്കാനുണ്ട് എന്നാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് രാത്രി ഡൽഹിയിൽ ദേശീയ പതാക ഉയർത്താൻ വേണ്ടി വരാൻ ഗാന്ധിജി ഉണ്ടായിരുന്നില്ല. വേറെ എവിടെയെങ്കിലും പതാക ഉയർത്താൻ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വിഭജനത്തിന്റെ ഭാഗമായി ഇന്ത്യ അനുഭവിക്കുന്ന നീറുന്ന ഭൂമികളിൽ നിന്നുകൊണ്ട്, അല്ലയോ മുസ്ലിം സഹോദരന്മാരെ, അല്ലയോ ഹൈന്ദവ സഹോദരന്മാരെ, നിങ്ങൾ തമ്മിൽ ഇവിടെ പ്രശ്നമുണ്ടാകരുതെന്ന് പറയാൻ അതിർത്തി പ്രദേശങ്ങളിൽ കാവൽ കിടന്ന ഒരു രാഷ്ട്രപിതാവ് ഈ രാജ്യത്തിന് ചില സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അന്ന് ഈ രാജ്യത്തിന് ജീവൻ കൊടുത്ത, ചോര കൊണ്ട് സ്വാതന്ത്ര്യം നേടിത്തന്ന വാരിയങ്കുന്നന്റെയും മലബാറിലെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെയും രക്തം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും ഇന്ത്യയെ ഒരു മതേതരത്വ ജനാധിപത്യ രാഷ്ട്രമായി നിലനിർത്തുന്നതിൽ ഇവിടെയുള്ള പൗരന്മാർക്കെല്ലാവർക്കും വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു ഇന്ത്യക്കാരനായി ഉത്തരവാദിത്തത്തെ വായിക്കണം, ഒരു മനുഷ്യനായി ഉത്തരവാദിത്തത്തെ വായിക്കണം, ഒരു സാമൂഹിക ജീവിയായി ഉത്തരവാദിത്തം വായിക്കണം. അങ്ങനെ നമ്മൾ ഓരോരുത്തരും അവരവരുടെ തലങ്ങളിൽ നിന്ന് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ആലോചിക്കേണ്ട കാലമാണിത്. ഇന്ത്യ ഒരിക്കലും ഇനി ഒരു വിഭജനത്തിലേക്കോ ഒരു വർഗീയ വംശീയ വെറിയിലേക്കോ വിട്ടുകൊടുക്കാതിരിക്കണമെങ്കിൽ ചില ആളുകൾ ഉറക്കൊഴിഞ്ഞിരിക്കേണ്ടി വരും, ചില ആളുകൾ കാവൽക്കാരായി നിൽക്കേണ്ടി വരും. അപ്പോഴേ ഇവിടെ സൗഹാർദ്ദവും
സന്തോഷവും പൂത്തുലയുകയുള്ളൂ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, അങ്ങനെ ഒത്തൊരുമിച്ച് നിന്നപ്പോഴല്ലയോ ലോകത്തെ ഏറ്റവും വിശാലമായ ഒരു രാജ്യം നമുക്കുണ്ടായത്. ആ രാജ്യത്തിന്റെ ഇന്നലകളെ കുറിച്ച് നമ്മൾ അറിയണം. രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാം ഉദാത്തമായ ഉത്തരവാദിത്വത്തിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വർത്തമാനകാല രാഷ്ട്രീയക്കാർ കൂടി കേൾക്കേണ്ട കാര്യമാണ്. 5ാം ഖലീഫ എന്ന് പറയുന്ന മഹാൻ അധികാരത്തിലേക്ക് വരികയാണ്. സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് എന്നവർക്ക് ശേഷമാണ് മഹാനായ ഖലീഫ, 5ാം ഖലീഫ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ ഖലീഫയാകുന്നത്. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തലേന്ന് രാത്രി മുഴുവനും സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് എന്നവരുടെ ഖബറടക്കൽ ചടങ്ങുകളിൽ പങ്കെടുക്കുകയായിരുന്നു. ക്ഷീണിതനായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു അധികാരവും വേണ്ട. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളല്ലാത്ത ഒരു അധികാരി വേണ്ട. വീണ്ടും പറഞ്ഞു, എനിക്കൊരു ഭരണാധികാരം വേണ്ട. അപ്പോഴും പറഞ്ഞു, എനിക്ക് അധികാരം ആവശ്യമില്ല. അവസാനം ഇനി ഏറ്റെടുത്ത് അരക്ഷിതാവസ്ഥ വരുമെന്ന് കണ്ടപ്പോഴാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖലീഫയായി വരുന്നത്. ഖലീഫയായി അവരോധിക്കപ്പെട്ട ഉടനെ ആയിരക്കണക്കിന് ആളുകൾ ആവശ്യങ്ങളും ആവലാദികളുമായി മുമ്പിലേക്ക് വന്നു. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊന്ന് വിശ്രമിച്ചിട്ട് വരട്ടെ. ഇത്രയും നേരം ഞാൻ എൻഗേജ്ഡ് ആയിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി വിയോഗം തേടിയതിന്റെ ബെറിയൽ സെറിമണിയിലായിരുന്നു, അല്ലെങ്കിൽ ഖബറടക്കൽ ചടങ്ങിലായിരുന്നു. അങ്ങനെ അദ്ദേഹം റൂമിലേക്ക് പിൻവാങ്ങാൻ ഒരുങ്ങിയപ്പോൾ പ്രിയപ്പെട്ട മകൻ പറഞ്ഞു, അല്ലയോ ഉപ്പാ, ഒരു നിമിഷം നിൽക്കണം. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ വിശ്രമിക്കാൻ പോയിട്ട് തിരിച്ചു വരുമെന്ന് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? നിങ്ങൾ വിശ്രമിക്കാൻ പോയിട്ട് തിരിച്ചു വരുമെന്ന് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? ഈ പാവപ്പെട്ടവരുടെ ആവലാതി കേൾക്കാൻ പുതുതായി ഭരണത്തിലേക്ക് വന്ന് നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ, ഒരുപക്ഷെ വിശ്രമിക്കാൻ പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിലോ? ഉമർ ബിൻ അബ്ദുൽ അസീസ് അല്ലെങ്കിൽ തന്നെ ആത്മീയതയുടെ ഉന്നതിയിലാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്തിൽ അത്യുന്നതിയിലാണ്. അവിടെ നിന്നുകൊണ്ടൊരു മനോഹരമായ ഒരു വാചകം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അഅതാനി വലദൻ യുദക്കിറുനിൽ ആഖിറ. പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു മകനെ നൽകിയ പടച്ചവനെ, നിനക്കാണ് സർവസ്തുതിയും. എല്ലാവരുടെയും ആവലാദികൾ സ്വീകരിച്ചിട്ടാണ് മഹാനവറുകൾ വിശ്രമിക്കാൻ വേണ്ടി പോയത്. ഈ ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നത് 5ാം ഖലീഫയായ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നവരെ ലോകം വായിക്കുകയും ചെയ്യുന്നത് ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ബോധത്തിലൂടെ സഞ്ചരിച്ച ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു, അല്ലെങ്കിൽ ഒരു ഭരണാധിപനായിരുന്നു, ആത്മീയ ഗുരുവര്യനായിരുന്നു. അതുകൊണ്ടാണ് വർത്തമാനകാല കേരളീയ ഇന്ത്യൻ രാഷ്ട്രീയങ്ങൾ കേവലം അധിക രാഷ്ട്രീയ വിചാരത്തിൽ നിന്ന് കുറച്ചുകൂടി വികസിക്കുകയും നിർമ്മാണാത്മക രാഷ്ട്ര പുരോഗമന രാഷ്ട്രീയ വിചാരങ്ങളിലേക്ക് കടന്നു വരികയും വേണം. അല്ലെങ്കിൽ ഇവിടെ എന്താണ് ഉണ്ടാവുക? പ്രതിപക്ഷത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുക എന്നത് പ്രതിപക്ഷത്തിന്റെ അജണ്ടയാകാൻ പാടില്ല. ഏതു കാര്യത്തിലും പ്രതിപക്ഷം സംസാരിച്ചാൽ അവരെ അടക്കി ഒതുക്കിയിരുത്താനും പാടില്ല. സുതാര്യമായ ചർച്ചകൾ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാവണം. നല്ല ഒരു പ്രതിപക്ഷം ഉണ്ടാകണം, ക്രിയാത്മകമായ ഇടപെടലുകൾക്ക് വേണ്ടി. നല്ല ഭരണപക്ഷം ഉണ്ടാകണം, ഭരണീയരുടെ ക്ഷേമത്തിനു വേണ്ടി. അങ്ങനെ രാജ്യ പുരോഗതിക്ക് വേണ്ടി ആലോചിക്കുന്ന രാഷ്ട്രീയ വിചാരങ്ങൾ വേണം. നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലോ, പിന്നെ എന്തിനാണ് ഇത് സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. പാർട്ടി രാഷ്ട്രീയമോ ബാലറ്റ് രാഷ്ട്രീയമോ അല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഹയ്യയ്യോ എന്നെ പിടിക്കാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവന്റെ കൈ പിടിക്കുന്നത് ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയമാണ്. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് പൗരന്മാരെ നീതിനിഷ്ഠയോടെ ജീവിക്കാൻ വിദ്യാഭ്യാസം നൽകുന്നത് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇന്ത്യ മഹാരാജ്യം ഇപ്പോഴും ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയിട്ടില്ല. 3/4 നൂറ്റാണ്ട് കഴിഞ്ഞു. ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല, എല്ലാവർക്കും അന്നം ലഭിക്കുന്നില്ല, എല്ലാവർക്കും പാർപ്പിടം ലഭിച്ചിട്ടില്ല. സ്വാതന്ത്ര്യം കഴിഞ്ഞാൽ ഏറ്റവും ഉടനെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളായി രേഖപ്പെടുത്തിയ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പൂർത്തിയായിട്ടില്ല. ഈ ഒരു വിചാരത്തോടു കൂടിയാണ് രാഷ്ട്രത്തെ ക്ഷേമം ആഗ്രഹിക്കുന്ന മുഴുവൻ അധികാരികളും രാഷ്ട്രീയ വിചാരം മുന്നോട്ട് വെക്കുന്നവരും ആലോചിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമുക്ക് രാഷ്ട്രീയം പറയാനുണ്ട്. ആ രാഷ്ട്രീയം എന്താണ്? ഇന്നയാളെ അധികാരത്തിലേറ്റണമെന്നല്ല.
രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള സമഗ്ര വിചാരങ്ങളും നിർമ്മാണ പ്രവർത്തനം നമ്മുടെ മേൽനോട്ടത്തിൽ നടക്കാനുണ്ട്. 5000 സാന്ത്വനം പ്രവർത്തകരെ നമ്മൾ സമർപ്പിച്ചു. ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഞങ്ങൾ ഈ സഞ്ചരിച്ചു വരുന്ന വഴിയിൽ പല ജില്ലകളിലെയും പല സോണുകളിലും നമ്മുടെ പ്രിയപ്പെട്ട സാന്ത്വനം പ്രവർത്തകരെ കണ്ടു. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പാലിയേറ്റീവ് കെയറുകളുടെ ചില വീടുകളിലേക്ക് പോയി, ചില യൂണിറ്റുകളിൽ നിന്ന് വിവരങ്ങൾ എടുത്തു. അപ്പോഴെല്ലാം 10,000-കണക്കിന് ആളുകൾ ചികിത്സ ലഭിക്കേണ്ടവർ, നിരന്തരമായ പരിചരണം ലഭിക്കേണ്ടവർ, ആശ്വാസം ലഭിക്കേണ്ടവർ ഈ മഹാപ്രസ്ഥാനത്തിന്റെ തണലിൽ സന്തോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ SYS വലിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടെയുള്ള ജാതി മത വ്യത്യാസമില്ലാതെ 10,000 ഭരണകൂടത്തിൽ ലഭിക്കേണ്ടതുപോലെയുള്ള ആരോഗ്യ സുരക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അത് ചെറിയ രാഷ്ട്രീയ പ്രവർത്തനമല്ല. അതുപോലെ പിന്നാക്ക വിഭാഗങ്ങളായി അവഗണിക്കപ്പെട്ട പല പ്രദേശങ്ങളിലും 1000 കുട്ടികളുള്ള വിദ്യാലയങ്ങൾ ഈ മഹാപ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും SYSന്റെയും SSFന്റെയും അടക്കമുള്ള ഈ പ്രസ്ഥാനം 1000-കണക്കിന് വിദ്യാലയങ്ങൾ നടത്തുന്നു. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് പൗരന്മാർക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മൾ. ഇതിലേറെ വലിയ രാഷ്ട്രീയ പ്രവർത്തനം എന്താണ്? ഇതിനേക്കാൾ വലിയ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനം എന്താണ്? ലക്ഷക്കണക്കിന് പൗരന്മാർക്ക്, കുട്ടികൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, പൊതുകലാലയങ്ങളിൽ വന്നു കയറുന്ന പിശാചുക്കൾ വരാതിരിക്കുന്ന കലാലയങ്ങളെ നടത്തിക്കൊണ്ടുപോകുന്നു. പൊതുകലാലയങ്ങളുടെ പരിസരങ്ങളിൽ ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും ഉപയോഗിക്കാൻ ആവശ്യമില്ലാത്ത സാധനങ്ങളുടെയും ഹാനികരമായ പലതിന്റെയും കച്ചവടങ്ങളോ വ്യവഹാരങ്ങളോ സുതാര്യമായി നടക്കുകയും ഒരുപാട് കാരിയറുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അവിടെയാണ് ധാർമ്മികമായ പരിസരത്തെ ചട്ടക്കൂടുള്ള ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുത്ത് വേറെ ഏതെങ്കിലും രാജ്യത്തെ പൗരന്മാരെയല്ല, ഇന്ത്യ മഹാരാജ്യത്തെ ലക്ഷക്കണക്കിന് പൗരന്മാർക്ക് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുകയും ധർമാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിരന്തരമായി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണത്. നമ്മുടെ മർക്കസുകളും മജ്മഅകളും മഅദിനുകളും തുടങ്ങി 10,000-കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലെല്ലാമായി നോക്കിയാൽ ലക്ഷക്കണക്കിന് ജാതി മതഭേദമന്യേ ഈ രാജ്യത്തെ പൗരന്മാർക്കാണ് ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. മാനവിക വിചാരത്തിൽ നിന്നുകൊണ്ട് കാര്യകൃത്യതാ ബോധത്തോടുകൂടി നമുക്ക് ചില മുന്നേറ്റ പ്രവർത്തനങ്ങൾ നടത്തണം. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഡിസംബർ 27, 28, 29 കേരള യുവജന സമ്മേളനം യുവതയ്ക്ക് ദിശാബോധം നിർണയിക്കുകയാണ്. ഒന്നുകൂടി പറയട്ടെ, ഇന്ത്യ മഹാരാജ്യം എന്നല്ല, ലോകരാഷ്ട്രങ്ങളിലെ മുഴുവനും അധികാര രാഷ്ട്രീയത്തെ ഉന്നം വെക്കുന്ന അധികാര മോഹമുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് ആ രാജ്യത്തെ പൗരന്മാർ ഉറങ്ങിക്കിടക്കണമെന്നാണ്. പറഞ്ഞത് കേട്ടോന്നറിയില്ല. ഏതു രാജ്യത്തെയും എപ്പോഴും അധികാരത്തിലിരിക്കണമെന്ന് വിചാരിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവും ആഗ്രഹിക്കുന്നത് അവിടെയുള്ള യുവാക്കൾ ഉറങ്ങിക്കിടക്കണമെന്നാണ്. യുവാക്കൾ ഉറങ്ങിയാലേ രാജ്യം കൊള്ളയടിക്കാൻ പറ്റൂ. നമ്മൾ വിളിച്ചു പറയുന്നത് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. യുവാക്കളെ, നിങ്ങൾ ഉറങ്ങരുത്. നിങ്ങളെ ഉറക്കാനുള്ള മയക്കുമരുന്നുകൾ ആരുടെയൊക്കെയോ ചൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങളുടെ ചെരുവിലെത്തിയിട്ടുണ്ട്. നിങ്ങളത് സ്വീകരിക്കരുത്. നിങ്ങൾ ഉറങ്ങിപ്പോകും. നിങ്ങൾ ഉറങ്ങിപ്പോകാൻ പാടില്ല. നിങ്ങളെ വഴിതെറ്റിക്കാനുള്ള സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായ ശ്രമങ്ങൾ നിങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണ് സ്ക്രീനിലും കാതിൽ എയർപോർട്ടുമായി നിങ്ങൾ കണ്ണും കാതും അടച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കരുത്. നിങ്ങൾ സ്ക്രീൻ അത്യാവശ്യത്തിന് ഉപയോഗിച്ചോളൂ. ബാക്കിയുള്ള സമയം നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ കഴുത്ത് നേരെ ഇരിക്കട്ടെ. പെടലിക്ക് രോഗമുള്ള ഒരുപാട് രോഗികളുള്ള കാലം പിടലി ഒടിഞ്ഞ തലമുറയായി ആൽഫ തലമുറ മാറിയിരിക്കുകയാണ്. കഴുത്തൊടിച്ച തലമുറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആർക്കും എന്തും ചെയ്യാം. അതുകൊണ്ട് നടുവും കഴുത്തും ഒടിഞ്ഞിരിക്കുന്ന പുതിയ തലമുറയോട് പറയട്ടെ, നിവർന്നു നിൽക്കുക. നിങ്ങൾ അഡിക്ഷനുകളിലേക്ക് പോകരുത്. നിവർന്നു നിൽക്കുമ്പോഴാണ് കാണാൻ കഴിയുന്നത് അവിടെ എന്താണെന്ന്. കാത് തുറന്നു നടക്കുമ്പോഴാണ് നിലവിളി കേൾക്കാൻ കഴിയുന്നത്. ഇന്നും ചില ആളുകൾക്ക് നിലവിളി കേൾക്കാൻ കഴിയാത്തത് പല രാഷ്ട്രങ്ങളുടെയും പല സമൂഹങ്ങളുടെയും
നിലവിളി കേൾക്കാൻ കഴിയാത്തത്? അവരുടെ കാതുകൾ അടഞ്ഞിരിക്കുകയാണ്. വൈകാരികമായി അവർ അധീനപ്പെട്ടു പോയിരിക്കുകയാണ്. അസമീപകാലത്തായി നിരീശ്വര യുക്തിവാദികൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയുമോ? യുവാക്കളെ മുഴുവനും ആസ്വാദനങ്ങൾ നൽകി മയക്കി കിടത്തുക, സാത്തനിക് വോർഷിപ്പേഴ്സാക്കി മാറ്റുക. എന്ന് പറഞ്ഞാൽ കള്ളുകുടിച്ച് ഉന്മത്തനാവട്ടെ, വ്യഭിചരിച്ച് ആ ഒരു ലഹരിയിൽ കഴിയട്ടെ. അങ്ങനെയുള്ള മനുഷ്യരുടെ മുഴുവനും വികാരങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് അവരെ രാഷ്ട്രീയത്തിൽ നിന്ന് അന്യവൽക്കരിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ഇല്ല, ഇന്നലകളിൽ 1000 ദുശക്തികളോട് സമരം ചെയ്ത് മുന്നോട്ട് വന്ന ഈ പ്രസ്ഥാനത്തെ ആധുനിക വെല്ലുവിളികളുടെ ലോകത്തും അതിജീവനത്തിന്റെ മനുഷ്യ പാട്ടുപാടിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇവിടെയുള്ള രാഷ്ട്രത്തെ നിർമ്മിച്ച ശില്പികളുടെ പേരമക്കൾ ഈ രാജ്യത്തെ പരിപാലിക്കാനും സാധിക്കും. ഇവിടെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങളെയും മതവിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യയെ സംരക്ഷിക്കാൻ എല്ലാ പൗരന്മാരെയും ക്ഷണിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉദ്യമങ്ങൾ, സംഗമങ്ങൾ എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. 27, 28, 29 തീയതികളിൽ കേരള യുവജന സമ്മേളനം കേരളം കാണുന്ന വേറിട്ട യുവ മുന്നേറ്റത്തിന്റെ ഒരു മഹാചരിതമായി മാറും. അതിന് നമ്മളെല്ലാവരും ഒപ്പമുണ്ടാകണം. നമ്മുടെ ഗ്രാമങ്ങളിൽ ഒരാളും ഈ സമ്മേളനം അറിയാത്തതായി ഉണ്ടാവരുത്. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചും സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്തും വാചകങ്ങൾ ചുരുക്കുന്നു. സല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.